ഹായ് ഫ്രണ്ട്സ്, ഒട്ടും കൈവേദനിക്കാണ്ട് നമുക്ക് എത്ര ഇടിയപ്പം വേണമെങ്കിലും വെറും 5 മിനിറ്റ് കൊണ്ട് തയ്യാറാക്കാനായിട്ട് സാധിക്കും. അതിനായിട്ടുള്ള ഒരു ചെറിയൊരു ട്രിക്ക് ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് ഉപയോഗപ്പെടുന്ന ഒരുപാട് നല്ല ടിപ്സുകളെല്ലാം ഷെയർ ചെയ്യുന്നുണ്ട്. വീഡിയോ പൂർണ്ണമായിട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമ്മളിൽ പല ആളുകൾക്കും പതിവായി നെഞ്ചിരിച്ചിലുണ്ടാവാറുണ്ടാവും. അത് പല കാരണങ്ങൾക്കുണ്ടാവാം. നമ്മൾ ചില ഭക്ഷണം കഴിച്ചുകൊണ്ടോ അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കാതിരിക്കുമ്പോഴൊക്കെ നെഞ്ചിരിച്ചിലുണ്ടാവാറുണ്ട്. അപ്പം നമ്മൾ വീട്ടിൽ സിമ്പിളായിട്ട് ചെയ്യാവുന്ന ഒന്നാണ് കുറച്ച് ഇതുപോലെ പച്ചമല്ലി എടുക്കുക. പച്ചമല്ലി എന്നത് ഒരു ഒറ്റമൂലിയാണ്. പണ്ട് കാലം മുതലേ ചെയ്തുകൊണ്ടിരുന്ന ഒരു മരുന്നും കൂടിയാണ് കേട്ടോ. അപ്പോൾ പച്ചമല്ലി എടുക്കുക. പിന്നെ നമ്മൾ വാങ്ങിക്കുന്ന മല്ലിയിൽ തന്നെ അത് തന്നെ വേറെ തരത്തിലുള്ള സീഡുകൾ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കി അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം മാത്രം എടുക്കുക കേട്ടോ. ഇതുപോലെ വ്യത്യസ്തമായിട്ടുള്ള സീഡുകളൊക്കെ ഉണ്ടാവും, പുല്ലിൻ്റെ കായകളൊക്കെ ഉണ്ടാവും. അതൊക്കെ മാറ്റിയതിന് ശേഷം മാത്രം നമ്മൾ ഉപയോഗിക്കാൻ പാടുള്ളൂ. നെഞ്ചിരിച്ചിട്ട് തോന്നുന്ന സമയത്ത് ഇതുപോലെ ഒരു സ്പൂൺ മല്ലി എടുത്തിട്ട് വായിലിട്ടിട്ട് നല്ലതുപോലെ അത് ചവച്ചരയ്ക്കുക. നമ്മുടെ ഉമിനീരുമായി ചേർത്ത് നന്നായിട്ട് ചവച്ചരച്ച് അത് കഴിക്കുക. ഇതുപോലെ കഴിക്കുന്നതുകൊണ്ട് ഒരു ദോഷമില്ല. ഈ സീരിയസ് ആയിട്ട് ഇഷ്യൂ ഉണ്ടെങ്കിൽ എന്തായാലും ഡോക്ടറെ കാണിക്കാനായിട്ട് മറക്കരുത്. നമ്മൾ വീട്ടിൽ ഒരുപാട് തേങ്ങ പൊളിച്ച് വെക്കുക അല്ലെങ്കിൽ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുകയോ ചെയ്യുന്ന സമയത്ത് അത് പെട്ടെന്ന് കേടുവരാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് ചെയ്യാവുന്ന ഒരു സൂത്രം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ തേങ്ങ പൊളിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ മുകളിൽ ആ കണ്ണ് വരുന്ന 3 കണ്ണ് വരില്ലേ, ആ ഒരു ഭാഗത്തുള്ള ആ ചകിരി നാര് മാറ്റരുത് കേട്ടോ. അത് പൊളിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ തേങ്ങ കേടുവരുന്നതാണ്. ഇനി വേറൊരു സൂത്രം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ തേങ്ങ എടുത്ത് വെക്കുന്ന ബോക്സ് ആണെങ്കിലും കവറാണെങ്കിലും എന്താണെന്നുണ്ടെങ്കിലും നമ്മൾ എടുത്തു വെക്കുന്ന സമയത്ത് നമ്മൾ തേങ്ങ എങ്ങനെ വെക്കേണ്ടത് വെച്ചാൽ അതിനെ നിവർത്തി വെക്കുക. അതായത് ഈ 3 കണ്ണുണ്ടല്ലോ, ആ കണ്ണ് മുകളിലേക്ക് വരുന്ന രീതിയിൽ വേണം വെക്കാനായിട്ട്. തേങ്ങ ഇതുപോലെ ചെരിച്ചോ കിടത്തിയോ ഒന്നും വെക്കരുത്. ഇതുപോലെ ആ മുകളിലേക്ക് വരുന്ന രീതിയിൽ ഇതുപോലെ വെച്ച് കഴിഞ്ഞാൽ എത്ര ദിവസം കഴിഞ്ഞാലും തേങ്ങ കേടുവരില്ല കേട്ടോ. അപ്പോൾ ഈ ഒരു സൂത്രം ട്രൈ ചെയ്ത് നോക്കുക. അടുത്ത ടിപ്സ് ഒന്ന് നോക്കാം. ഞാനൊരു സോപ്പ് എടുക്കുന്നുണ്ട്. ഈ സോപ്പ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് കിച്ചണിൽ അടിപൊളിയായിട്ടൊരു സൂത്രം ചെയ്യാൻ സാധിക്കും. നമ്മൾ സിലിണ്ടർ ഉണ്ടല്ലോ, ഗ്യാസ് സിലിണ്ടറിൻ്റെ ഈ വെച്ച ഭാഗത്തുള്ള ടൈൽസിലൊക്കെ ആ ഒരു ഇരുമ്പ് കറ പിടിക്കും. നമ്മൾ ക്ലീൻ ചെയ്തെടുക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇതുപോലെ ഒരു സോപ്പ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ നിലത്ത് തട്ടുന്ന സിലിണ്ടറിൻ്റെ ഭാഗത്ത് ഇതുപോലെ ഒന്ന് സോപ്പ് വെച്ചിട്ട് തേച്ച് കൊടുക്കാം. അങ്ങനെ തേക്കുന്ന സമയത്ത് ആ ഒരു ഇരുമ്പ് കറ നമ്മളുടെ ടൈൽസിലോ നിലത്തൊന്നും വരാതിരിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. പിന്നെ അതുമാത്രമല്ല, സോപ്പാണ് നമ്മൾ തേച്ചിട്ടുള്ളത്. ഒരല്പം വെള്ളം എന്തെങ്കിലും തട്ടി അത് ആ ഒരു ഇരുമ്പ് കറ അവിടെ വന്നിട്ടുണ്ടെങ്കിൽ തന്നെ ആ സ്പോട്ടിൽ അത് നമുക്കൊന്ന് വെറുതെ ഒന്ന് തുടച്ചാൽ മതിയാവും. ആ ഇരുമ്പ് കറ പൂർണ്ണമായിട്ടും മാറുന്നതാണ്. ഇതിന് മുന്നേ അപ്ലോഡ് ചെയ്ത എല്ലാ വീഡിയോയിലും ഞാനൊരു ഹെയർ ഓയിലിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അനാർക്കലി എന്ന് പറഞ്ഞുള്ള ഈ ഹെയർ ഓയിലിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് ചോദിച്ചിട്ട് ഒരുപാട് കമൻസ് വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഇതിന് മുന്നേ ചെയ്തതുകൊണ്ടാണ് അതിൽ കൂടുതലായിട്ട് വിശദീകരിക്കാണ്ടിരുന്നത്. എന്നാലും തന്നെ നമ്മൾ നാച്ചുറൽ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് മാത്രമാണ് ചേർത്തുള്ളത്. നെല്ലിക്ക, കറിവേപ്പില, കറ്റാർ വാഴ, ഭൃംഗരാജ, ദന്തപാല, തുളസി, ചെമ്പരത്തി, തെച്ചി, അങ്ങനെ എല്ലാവിധ മുടി സംരക്ഷണത്തിന് ആവശ്യമായിട്ടുള്ള പച്ചമരുന്നുകളെല്ലാം ചേർത്ത് അതിലേക്ക് ആവശ്യമായിട്ടുള്ള നമ്മൾ പൊടികളെല്ലാം ചേർത്ത് തയ്യാറാക്കുന്ന ഒരു ഹെയർ ഓയിലാണ്. അപ്പോൾ അത്രയും നാച്ചുറലാണ്. ഒരുപാട് പേർക്ക് റിസൾട്ട് കിട്ടിയുള്ള ഒരു ഹെയർ ഓയിലിനെ കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ ഈ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു ഹെയർ ഓയിൽ ഓർഡർ ചെയ്യണമെന്നുണ്ടെങ്കിലും ഇതേ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ. നമ്മൾ അത്രയധികം സമയമെടുത്ത് വളരെയധികം ശ്രദ്ധയോടുകൂടി തയ്യാറാക്കുന്ന ഹെയർ ഓയിലാണ്. 2 ദിവസം എടുക്കുന്നുണ്ട് ഈ ഒരു ഹെയർ ഓയിൽ കാച്ചിയെടുക്കാനായിട്ട്. അപ്പോൾ വളരെയധികം സന്തോഷമുണ്ട്. നിങ്ങൾ ഒരുപാട് പേര് ഇത് സ്വീകരിക്കുകയും ഉപയോഗിച്ച് റിസൾട്ട് കേൾക്കുന്ന സമയത്ത് നമ്മുടെ തലമുടിയിൽ ഉണ്ടാവുന്ന താരം പോവാനും അകാലം വരെ കുറയ്ക്കാനും മുടി പൊട്ടിപ്പോകുന്ന ഒഴിവാക്കാനും മുടി സമൃദ്ധമായിട്ട് വളരാനും, പിന്നെ അതുകൂടാതെ തന്നെ ചില ആളുകൾക്ക് പല കാരണങ്ങൾ കൊണ്ട് സ്ട്രെസ്സ് മറ്റ് ബുദ്ധിമുട്ടുകൾ കൊണ്ട് ഉറങ്ങാൻ സാധിക്കാത്തവരുണ്ടാവും. അവർക്ക് വരെ ഇത് അത്രയധികം ബെനിഫിറ്റ് ഉള്ളതാണ്. അപ്പോൾ നമ്മളിതിൽ നാച്ചുറലായിട്ട് ഇൻഗ്രീഡിയൻസ് ആണ് മാത്രമേ പറഞ്ഞു. അത് കൂടാതെ അതിന് നമ്മൾ കെമിക്കലായിട്ടുള്ള ഒന്നും തന്നെ ചേർത്തുന്നില്ല. ഫ്രേഗ്രൻസോ അതേപോലെ തന്നെ ആർട്ടിഫിഷ്യൽ കളറുകളൊന്നും ചേർത്താണ് തയ്യാറാക്കുന്നതാണ്. അപ്പം നിങ്ങൾക്ക് ഈ ഒരു ഹെയർ ഓയിൽ ആവശ്യമുണ്ടെങ്കിൽ എന്തായാലും ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ. കൈയൊന്നും വേദനിക്കാണ്ട് ആർക്ക് വേണമെങ്കിലും 5 മിനിറ്റ് കൊണ്ട് ഒരുപാട് ഇടിയപ്പം സിമ്പിളായിട്ട് തയ്യാറാക്കാനായിട്ട് സാധിക്കും. ആ ഒരു സൂത്രം എന്താണെന്ന് നോക്കാം. ഞാൻ അതിന് മാവ് കുഴയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു കുക്കറാണ് കേട്ടോ എടുക്കുന്നത്. കുക്കർ എടുക്കുന്ന സമയത്ത് അതിന് നല്ല അടിക്കട്ടിയുള്ളതായതുകൊണ്ട് തന്നെ നിങ്ങൾക്കത് ആ മാവ് കുഴച്ചെടുക്കാനായിട്ട് ഈസി ആയിട്ടുണ്ടാവും. നമ്മൾ എടുക്കുന്നത് അരിപ്പൊടിയാണ്. വറുത്ത അരിപ്പൊടി എടുക്കുന്നുണ്ട്. അത് 1 കപ്പ് അളവിൽ എടുക്കുന്നുണ്ട്. 1 കപ്പ് അരിപ്പൊടിക്ക് ഞാൻ ഏകദേശം 1.5 കപ്പ് വെള്ളമാണ് ഒഴിച്ചെടുക്കുന്നത്.
നമ്മൾ ആദ്യം അത് വെള്ളത്തിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാൻ കേട്ടോ ചെയ്യുന്നത്. കട്ടയൊന്നും ഇല്ലാതെ ഈ അരിപ്പൊടിയും വെള്ളം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നമ്മൾ സ്റ്റൗവിലൊന്നും ഇപ്പോൾ വെക്കുന്നില്ല. എല്ലാം മിക്സ് ചെയ്തെടുത്തതിന് ശേഷം മാത്രമേ നമ്മൾ സ്റ്റൗവിലേക്ക് വെക്കുന്നുള്ളൂ. അപ്പോൾ ഞാൻ നന്നായിട്ടൊന്ന് കട്ടില്ലാതെ ഒക്കെ ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്തി കൊടുക്കാം. ഉപ്പ് ചേർക്കുന്നതിൻ്റെ കൂടെ തന്നെ ഇനി നമുക്ക് ഈ ഒരു ഇടിയപ്പം നല്ല സോഫ്റ്റ് ആയി കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള സീക്രട്ടാണ്. ഒരല്പം പഞ്ചസാര ചേർക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഒരല്പം വെളിച്ചെണ്ണയും കൂടി ഇട്ടോ, ഏകദേശം ഒരു 1/2 സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നമ്മളിപ്പോൾ ഒരു 1.5 കപ്പ് വെള്ളം ഒഴിച്ചുകൊണ്ട് തന്നെ ഈ ഒരു മാവ് കുറച്ച് നല്ല ഒരു ലിക്വിഡ് രൂപത്തിലായിരിക്കും ഉണ്ടാവുക. എന്നിട്ട് നമുക്കിത് സ്റ്റവിൻ്റെ മുകളിൽ വെച്ചിട്ട് ചെറിയ തീയിലിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. കട്ടയൊന്നുമില്ലാത്ത രീതിയിൽ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക. ഇങ്ങനെ വെന്ത് വരുന്ന സമയത്ത് ഇളക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് തന്നെ ഞാൻ അതിൻ്റെ തവിയൊന്ന് മാറ്റിയിട്ടുണ്ടായിരുന്നു. ഈ വിസ്ക് മാറ്റിയിട്ട് ഞാൻ തവി ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നന്നായിട്ടൊന്ന് എന്താ മിക്സ് ചെയ്ത് ചെറിയ, നിങ്ങൾക്കറിയാലോ അരിപ്പൊടി ഒന്ന് ചൂടാവുന്ന സമയത്ത് ഇങ്ങനെ തിക്കായിട്ട് വരും. അപ്പോൾ അപ്പോഴും നമ്മൾ ഒട്ടും കട്ട കെട്ടാതെ വേണം അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാനായിട്ട്. നല്ലതുപോലെ സോഫ്റ്റായി കിട്ടുന്നതാണ് കേട്ടോ ഈ ഒരു മാവ്. അപ്പോൾ ചെറിയ തീയിലിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക. നല്ലതുപോലെ വെന്ത് കഴിഞ്ഞാൽ നമുക്കത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ച് നന്നായിട്ട് തണുക്കാനായിട്ട് വെക്കാം. തണുത്തതിന് ശേഷം നമുക്ക് ഇടിയപ്പത്തിൻ്റെ ആ ഒരു അച്ചിലേക്ക് ഈ ഒരു മാവ് എടുക്കണം. നല്ല സോഫ്റ്റാണ് മാവ്. നമുക്ക് അത്രയും സോഫ്റ്റ് ആയിട്ടുള്ള ഇടിയപ്പം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. അപ്പോൾ ഞാനിത് ഒന്ന് ഇടിയപ്പത്തിലെ എൻ്റെ അച്ചിലേക്ക് നിറച്ച് കൊടുക്കുകയാണ്. മാവ് ഫില്ല് ചെയ്തതിന് ശേഷം ഞാൻ ചെറിയൊരു നോൺ സ്റ്റിക്കിൻ്റെ പാൻ എടുത്തിട്ടുണ്ട്. അതൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടായാൽ മതി, ഒരുപാട് ചൂടാവണ്ട. ചെറിയതായിട്ട് ചെറിയ സിമ്മിലിട്ടിട്ട് ഒന്ന് ചൂടാക്കിയിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ ഒന്ന് ആ ഇടിയപ്പം ഒന്ന് പിഴിഞ്ഞു കൊടുക്കാം. എന്നിട്ട് അത് ഒരു വെറും 10 സെക്കൻഡ് ഒന്ന് അടച്ചു വെച്ച് വേവിക്കുക. 10 സെക്കൻഡ് കഴിഞ്ഞതും നമ്മളൊന്ന് എടുത്തിട്ട് വീണ്ടും തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോഴും 10 സെക്കൻഡ് മതി കേട്ടോ. അപ്പോൾ തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ടാവും. അതേപോലെ തന്നെ നിങ്ങൾക്ക് ദോശക്കല്ലിലും ഇതുപോലെ മാവൊന്ന് ഇതുപോലെ ചുറ്റിച്ച് കൊടുക്കുക. ഞാനിപ്പോൾ 3 ഇടിയപ്പമാണ് ഒരു ദോശക്കല്ലിൽ വെച്ചിട്ടുള്ളത്. എന്നിട്ട് ഇതൊന്ന് അടച്ചു വയ്ക്കുക. ഒരു 10 സെക്കൻഡ് അത് കഴിഞ്ഞാൽ അതൊന്ന് തിരിച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് വീണ്ടും ഒരു 10 സെക്കൻഡ് കൂടി കഴിഞ്ഞിട്ട് എടുത്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ ആ ഒരു ഇടിയപ്പം വെന്ത് കിട്ടിയിട്ടുണ്ടാവും. നമ്മൾ ഓൾറെഡി മാവ് വെന്തതുമാണ്. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇടിയപ്പമാണ് കേട്ടോ. ഞാൻ ഒറ്റൊരു ഇടിയപ്പം വരുന്ന രീതിയിൽ നൂല് ചുറ്റിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല സോഫ്റ്റാണ്. നമുക്ക് ആർക്കും തന്നെ സിമ്പിളായിട്ട് ചെയ്യാവുന്നതാണ്. ഒരുപാട് ബുദ്ധിമുട്ടും കഷ്ടപ്പാടും വേദനയും ഒന്നും ഉണ്ടാവില്ല കൈകൾക്കൊന്നും. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് ഇതുപോലെ ഇടിയപ്പം ഉണ്ടാക്കിയെടുക്കാമല്ലോ. അപ്പോൾ ഏത് വീട്ടമ്മമാർക്കും ഇനി ഇടിയപ്പം ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമില്ല. ഇത്ര സിമ്പിളായിട്ട് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതുപോലെ നിങ്ങളും ഒന്ന് ഇടിയപ്പം തയ്യാറാക്കി നോക്കൂ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് വിശ്വസിക്കുന്നു. നല്ല സോഫ്റ്റാണ് കേട്ടോ. എടുത്ത് പറയേണ്ട മറ്റൊരു കാര്യമാണ്. അതുമാത്രമല്ല കുറഞ്ഞ സമയം കൊണ്ട് നമുക്ക് വളരെയധികം കൂടുതൽ ഇടിയപ്പം ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഇത്രയും യൂസ്ഫുൾ ആയിട്ടുള്ള ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഒന്ന് ഷെയറും കൂടി ചെയ്ത് കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യട്ടോ. ഇതുപോലുള്ള മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.